രാജ്യത്തെ തകർക്കാൻ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഹാൻഡ്ലർമാരുമായി ബന്ധം. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള കുപ്രസിദ്ധ ആയുധക്കടത്തുകാരനായ ഷഹസാദ് ഭട്ടിയുടെ സംഘവുമായും കൂട്ടാളികളുമായും ബന്ധമുണ്ടെന്നാരോപിച്ച് മുസാഫർപൂർ സ്വദേശിയെ ബീഹാർ പോലീസിലെ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് വെള്ളിയാഴ്ച അറസ്റ്റ് ചെയ്തതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു. മുസാഫർപൂരിലെ രത്തൻപൂർ ഗ്രാമവാസിയായ MD മുസ്തഫയാണ് അറസ്റ്റിലായത്. ഇയാളിൽ നിന്നും നിരവധി ഡിജിറ്റൽ തെളിവുകൾ സുരക്ഷാ ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തിട്ടുണ്ട്. ഒരു പ്രത്യേക വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള കുപ്രസിദ്ധ ആയുധക്കടത്തുകാരനായ ഷഹസാദ് ഭട്ടിയുടെ സംഘവുമായും കൂട്ടാളികളുമായുമുള്ള ബന്ധത്തിന്റെ പേരിലാണ് MD മുസ്തഫയെ അറസ്റ്റ് ചെയ്തതെന്നും ATS പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. പ്രാഥമിക അന്വേഷണത്തിൽ പ്രതി ഇന്ത്യ വിരുദ്ധ ശക്തികൾക്കായി പ്രവർത്തിച്ചിരുന്നുവെന്നും കണ്ടെത്തിയിട്ടുണ്ട്. പ്രതി മുസാഫർപൂരിൽ നിന്നും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും എൻക്രിപ്റ്റഡ് ചെയ്ത മെസ്സേജിംഗ് ആപ്പുകളിലൂടെയും അവർക്കായി പ്രവർത്തിച്ചിരുന്നുവെന്നും അതിൽ പറയുന്നു. പ്രതികളിൽ നിന്നും പിടിച്ചെടുത്ത ഡിജിറ്റൽ തെളിവുകൾ രാജ്യത്തിന്റെ സുരക്ഷാ സംവിധാനത്തെ പ്രതികൂലമായി ബാധിക്കാനുള്ള ഗൂഢാലോചന വെളിപ്പെടുത്തിയതായും റിപ്പോർട്ടിൽ കൂട്ടിച്ചേർത്തു. ATS സാങ്കേതിക സംഘം പ്രതിയുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചതിൽ നിന്നും ഫോറൻസിക് വിശകലനത്തിനും ശേഷം അയാളുടെ ഉപകരണത്തിൽ നിന്നും നിരവധി ആക്ഷേപകരവും ദേശവിരുദ്ധവുമായ ഉള്ളടക്കങ്ങൾ കണ്ടെത്തി. ഡേറ്റ ബാക്കപ്പുകളും എൻക്രിപ്റ്റഡ് ചെയ്ത മെസ്സേജിംഗ് ആപ്ലിക്കേഷനുകളും കണ്ടെടുത്തു. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഷഹസാദ് ഭട്ടിയുമായും കൂട്ടാളിയായ റാണ ഹുനൈനുമായും പ്രതി പതിവായി ബന്ധപ്പെട്ടിരുന്നതായി അന്വേഷണത്തിൽ കണ്ടെത്തി. പ്രതിയുടെ മൊബൈൽ ഫോണിൽ നിന്നും ഇന്ത്യയിലെ നിരവധി സെൻസിറ്റീവ് തന്ത്രപ്രധാന സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട വീഡിയോകൾ, ഫോട്ടോഗ്രാഫുകൾ, മറ്റ് ഡിജിറ്റൽ വസ്തുക്കൾ എന്നിവ കണ്ടെടുത്തു. പ്രതികൾ നിയന്ത്രിതവും സെൻസിറ്റീവ് പ്രദേശങ്ങളുടെയും വീഡിയോകളും ഫോട്ടോഗ്രാഫുകളും തയ്യാറാക്കുകയും അവരുടെ കൃത്യമായ ഭൂമിശാസ്ത്രപരമായ സ്ഥാനങ്ങൾ പാകിസ്ഥാൻ കൈകാര്യം ചെയ്യുന്നവരുമായി പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നുവെന്നും അതിൽ കൂട്ടിച്ചേർത്തു. കേസിൽ ATS വിശദമായ അന്വേഷണം നടത്തിവരികയാണ്. അന്വേഷണത്തിന്റെ ഭാഗമായി പ്രതിയുടെ യാത്രാചരിത്രം, ഡിജിറ്റൽ ഉപകരണങ്ങൾ, സോഷ്യൽ മീഡിയ പ്രവർത്തനങ്ങൾ, കോൾ വിശദാംശ രേഖകൾ, ഫണ്ടിംഗ് ശൃംഖല, അന്താരാഷ്ട്ര ബന്ധങ്ങൾ എന്നിവ ആധുനികവും സാങ്കേതികവുമായ രീതിയിൽ ഉപയോഗിച്ച് വിശകലനം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം അദ്ദേഹത്തിന്റെ കൂട്ടാളികൾ, ശൃംഖലയുടെ വ്യാപ്തി, വിദേശ ധനസഹായം എന്നിവ കണ്ടെത്തുന്നതിനായി അന്വേഷണങ്ങളും നടക്കുന്നുണ്ട്. കേസിൽ ബീഹാർ ATS സമഗ്രമായ അന്വേഷണം നടത്തിവരികയാണ്. ശാസ്ത്രീയവും സാങ്കേതികവുമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രതിയുടെ യാത്രാചരിത്രം, ഡിജിറ്റൽ ഉപകരണങ്ങൾ, സോഷ്യൽ മീഡിയ പ്രവർത്തനങ്ങൾ, കോൾ വിശദാംശങ്ങൾ, സാമ്പത്തിക ഇടപാടുകൾ, അന്തർസംസ്ഥാന അന്തർദേശീയ ബന്ധങ്ങൾ എന്നിവ വിശകലനം ചെയ്തു വരികയാണ്. ഇയാളുടെ സാധ്യമായ കൂട്ടാളികൾ, ശൃംഖലയുടെ വ്യാപ്തി, വിദേശ ധനസഹായം എന്നിവയെക്കുറിച്ചും അന്വേഷണം നടന്നുവരികയാണെന്നും ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർത്തു. ആരോപിക്കപ്പെടുന്ന ഓപ്പറേഷന്റെ പൂർണ്ണ വ്യാപ്തി മാപ്പ് ചെയ്യുകയും ഉൾപ്പെട്ടിരിക്കാവുന്ന മറ്റുള്ളവരെ തിരിച്ചറിയുകയും ചെയ്യുക എന്നതാണ് ATSന്റെ ലക്ഷ്യമെന്ന് ATS പറഞ്ഞു. പ്രാഥമിക അന്വേഷണത്തിലെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ മുഹമ്മദ് മുസ്തഫയ്ക്കെതിരെ ചാരവൃത്തി, ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ, ദേശീയ സുരക്ഷ എന്നിവയുമായി ബന്ധപ്പെട്ട പ്രസക്തമായ വകുപ്പുകൾ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യുകയും കൂടുതൽ നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. രാജ്യത്തിന്റെ സുരക്ഷ, പരമാധികാരം, അഖണ്ഡത എന്നിവയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന ഘടകങ്ങൾക്കെതിരെ കർശന നടപടിയെടുക്കാൻ ബീഹാർ ATS പ്രതിജ്ഞാബദ്ധമാണെന്നും പറഞ്ഞുകൊണ്ട് ATS ഇത്തരം കേസുകൾ തങ്ങളുടെ നിലപാട് ആവർത്തിച്ചു. കേസ് രജിസ്റ്റർ ചെയ്തതിനു ശേഷവും മുസ്തഫ കസ്റ്റഡിയിൽ തന്നെ തുടരുകയാണ്. ATS അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നു. കണ്ടെടുത്ത ഡിജിറ്റൽ മെറ്റീരിയലിന്റെ സ്വഭാവവും ആരോപിക്കപ്പെടുന്ന അതിർത്തി കടന്നുള്ള ബന്ധങ്ങളും കണക്കിലെടുത്ത് വിഷയം ഏറ്റവും ഉയർന്ന മുൻഗണനയോടെയാണ് പരിഗണിക്കുന്നതെന്ന് ഏജൻസി അറിയിച്ചു. ദേശീയ സുരക്ഷ ഉൾപ്പെടുമ്പോൾ എൻക്രിപ്റ്റ് ചെയ്ത ആപ്പുകൾ, സോഷ്യൽ മീഡിയയും കൂടുതലായി സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാകുന്നതിനാൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ തീവ്രവാദ ഗ്രൂപ്പുകൾ വർദ്ധിച്ചുവരുന്ന പ്രവണതയാണ് അറസ്റ്റ് കാണിക്കുന്നത്. നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണത്തിന്റെ സംവേദനക്ഷമത കണക്കിലെടുത്ത് ഏതൊക്കെ പ്രത്യേക സ്ഥലങ്ങളാണ് ഫോട്ടോ എടുത്തതെന്നും ATS വെളിപ്പെടുത്തിയിട്ടില്ല. നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പരിശോധിച്ചു വരികയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.